എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്രീരേഷ്മ. റാങ്കപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോകളിലായിട്ട് പറയുന്നുണ്ടായിരുന്നു, ഇനി വരുന്ന ക്ലാസ്സുകളിലൂടെ നിങ്ങൾക്ക് തരുന്നത് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ടോപ്പിക്കുകളുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള മുൻവർഷ PSC ചോദ്യങ്ങളായിരിക്കും. സൈക്കോളജിയിൽ നിന്ന് വന്നിട്ടുള്ള PSC ചോദ്യങ്ങളായിരിക്കും ഇനി ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർമ്മ അല്ലെങ്കിൽ സ്മൃതി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി മുൻകാല വർഷങ്ങളിൽ PSC ആവർത്തിച്ചു വന്ന ചോദ്യ മേഖലകളിലൂടെയാണ് ഇന്നത്തെ ക്ലാസ് കടന്നു പോകുന്നത്. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ശ്രദ്ധിക്കുക. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി ഏതു തരം ഓർമ്മയാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ്: സംഭവപരമായ ഓർമ്മ, അർത്ഥപരമായ ഓർമ്മ, പ്രക്രിയാപരമായ ഓർമ്മ, ആൻഡ് ഡി ഇന്ദ്രിയപരമായ ഓർമ്മ. ഇതിൽ ഏതായിരിക്കും? ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും കൃത്യമായി ഓർത്തെടുക്കുന്ന കുട്ടി. അപ്പൊ ഏത് തരം ഓർമ്മയിലാണ് ഇത് വരുന്നത്? നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് അർത്ഥപരമായ ഓർമ്മയാണ്. അതായത് എല്ലായിടത്തു നിന്നുമായി കിട്ടിയ അറിവുകളുടെ ശേഖരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു തരം ഓർമ്മയാണ് അർത്ഥപരമായ ഓർമ്മ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലായിടത്തു നിന്നും നമ്മൾക്ക് കിട്ടിയതും കേട്ടതുമായ അറിവുകളുടെ ശേഖരണവുമായി ബന്ധപ്പെട്ട് വരുന്ന ഓർമ്മയാണ് അർത്ഥപരമായ ഓർമ്മ എന്നത്. അത്തരത്തില് അർത്ഥപരമായ ഓർമ്മയ്ക്ക് നമ്മൾ പഠിച്ചു വെച്ചിരുന്ന ഉദാഹരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരുന്നു? എങ്ങനെ കാർ ഓടിക്കാം, എങ്ങനെ ഡ്രൈവ് ചെയ്യാം, എങ്ങനെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാം എന്നിവയായിരുന്നു നമ്മൾ അർത്ഥപരമായ ഓർമ്മയ്ക്ക് പഠിച്ചിരുന്ന ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കുക. ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളിൽ പെടുന്നതേത്? പെടുന്നതാണ് ചോദ്യം, പെടാത്തതല്ല. ശ്രദ്ധിച്ചു കേൾക്കുക. ഓപ്ഷൻസ് നോക്കിക്കേ. ധാരണ, അനുസ്മരണം, തിരിച്ചറിവ്, മുകളിൽ പറഞ്ഞവ എല്ലാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്ക്. നമ്മൾ ഓർമ്മ എന്ന് പറഞ്ഞ ടോപ്പിക്ക് പഠിച്ച സമയത്ത് അത് കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത ഒരാൾക്ക് ഇതിന് ഉത്തരം ചെയ്യാൻ പറ്റും. നമ്മൾ ഓർമ്മയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പഠിച്ചതിൽ ഏതൊക്കെ ഘടകങ്ങളെയാണ് നമ്മൾ നോക്കിയത്? പഠനം, നിലനിർത്തൽ അല്ലെങ്കിൽ ധാരണ, then പുനഃസ്മരണ അല്ലെങ്കിൽ തിരിച്ചറിവ്. പുനഃസ്മരണ, അടുത്ത പോയിന്റ് തിരിച്ചറിവ് അല്ലെങ്കിൽ പ്രത്യഅഭിജ്ഞനം എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് ഓർമ്മയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സ് ഇവിടെ നോക്കിക്കേ, ഇല്ലേ? ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ സാധനങ്ങളും നമ്മുടെ ഓർമ്മയുടെ അടിസ്ഥാന ഘടകങ്ങളായി പെടുന്നതാണ്. ഇതിന് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയുടെ ക്ലാസ്സിലേക്ക് ഡയറക്റ്റ് പോവുക. പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുകയും മനസ്സിലാവുകയും ചെയ്യും. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഓർമ്മയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് യോജിക്കാൻ കഴിയാത്തത് ഏത്? ഇവിടെ ശ്രദ്ധിക്കുക, യോജിക്കാൻ കഴിയാത്തതാണ്, ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല. സോ ആ പോയിന്റ് ശ്രദ്ധിക്കുക. ഓപ്ഷൻസിലോട്ട് പോകാം. കുട്ടികൾക്ക് വസ്തുക്കൾ ഓർത്തെടുക്കാനും പ്രയോഗിക്കാനും കഴിയുന്നത് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ്. ഓപ്ഷൻ എ. ഓപ്ഷൻ ബി, കാണാപ്പാഠം പഠിക്കുന്നത് ഹ്രസ്വകാല ഓർമ്മയേക്കാൾ ദീർഘകാല ഓർമ്മകളിൽ സൂക്ഷിക്കുന്നതിന് അപര്യാപ്തമാണ്. ഓപ്ഷൻ സി, ആശയങ്ങൾ ശ്രേണീബദ്ധമായി ക്രമീകരിക്കുന്നത് ഓർമ്മകളിൽ നിലനിർത്തുന്നതിന് അനുയോജ്യമാണ്. ദെൻ ഓപ്ഷൻ ഡി, വൈവിധ്യമുള്ള പഠനാനുഭവങ്ങൾ ലഭിക്കുന്നത് ദീർഘകാല ഓർമ്മിക്കുന്നതിന് സഹായകമാണ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മളുടെ യോജിക്കാൻ കഴിയാത്തത് ഏതെന്നാണ് ചോദ്യം. നമ്മുടെ ആൻസർ ആയിട്ട് ഇതിൽ വരാൻ സാധ്യത ഉള്ളത് ഏതായിരിക്കും? ഒരു സംശയം വേണ്ട, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതിന്റെ കാരണം 1968 ആറ്റ്കിൻസണും ഷിവ്രിനും കൂടെ രൂപീകരിച്ച ഓർമ്മയുടെ സിദ്ധാന്തം അനുസരിച്ച് ഓർമ്മയ്ക്ക് പ്രധാനമായിട്ടും 3 തലങ്ങളാണുള്ളത്: ഇന്ദ്രിയ ഓർമ്മ, ഹ്രസ്വകാല ഓർമ്മ, ദീർഘകാല ഓർമ്മ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. ഒരു കാര്യം കുറച്ചു കാലം മാത്രം ഓർമ്മയിൽ നിലനിർത്തുന്നത് ഏത് തരം ഓർമ്മയാണ്? ഒരു കാര്യം കുറച്ചു കാലം മാത്രം ഓർമ്മയിൽ നിലനിർത്തുന്നതാണ് ശിലാസ്മരണ, നിഷ്ക്രിയ സ്മരണ, ദീർഘകാല സ്മരണ, ഹ്രസ്വകാല സ്മരണ.
നമ്മൾ സ്മരണ പഠിച്ചിരുന്ന സമയത്ത് വിവിധതരം സ്മരണകൾ നോക്കിയിരുന്നു. അപ്പൊ ഇന്ദ്രിയ സംവേദന ഓർമ്മ, പെട്ടെന്നുള്ള ഓർമ്മ, ദീർഘകാല ഓർമ്മ, ഹ്രസ്വകാല ഓർമ്മ, ഇങ്ങനെ കുറെ ഓർമ്മകൾ പഠിച്ചു. ദീർഘകാല ഓർമ്മയെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. അർത്ഥപരമായ ഓർമ്മ, പ്രക്രിയാപരമായ ഓർമ്മ, അങ്ങനെ പല രീതികളിൽ നമുക്ക് സംഭവപരമായ ഓർമ്മ എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം കുറച്ചു കാലം മാത്രമാണ് ഓർമ്മയിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മൾ ആ ഓർമ്മ പഠിച്ചിരുന്ന സമയം അതിലേതിലാണ് പറഞ്ഞത്? കുറച്ചു കാലം മാത്രം. അതിനെ ഒരു പ്രവർത്തനപരമായ ഓർമ്മ എന്ന് നമ്മൾ വിളിക്കുമെന്ന് പറഞ്ഞു. പ്രവർത്തനപരമായ ഓർമ്മ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. കുറച്ചു കാലം മാത്രമാണ് നിലനിൽക്കുന്നത്. നമ്മൾ ഫോൺ നമ്പർ ഓർത്ത് വെച്ച നമ്പർ പറയുന്നത് ഏത് ഓർമ്മയാണെന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നു. അതേതായിരിക്കും? ക്ലാസ്സിൽ ഇരുന്ന ഒരാൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി, ഹ്രസ്വകാല സ്മരണ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കുറച്ചു കാലം എന്ന് ഇവിടെ കിടക്കുന്നുണ്ട്. അതേസമയം ദീർഘകാലം എന്ന രീതിയിലാണ്. അതായത് ഒരു കാര്യം വളരെ കാലത്തേക്ക്, അതായത് ദീർഘകാലം നമുക്ക് ഓർമ്മയിൽ നിലനിർത്താൻ കഴിയുമെന്ന ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നെങ്കിൽ അതിന്റെ ആൻസർ സി, ദീർഘകാലം വരുമായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഹ്രസ്വകാല ഓർമ്മ. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വർക്കിംഗ് മെമ്മറി എന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. വർക്കിംഗ് മെമ്മറി എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഈ ക്ലാസ്സുകൾ, ഈ ക്വസ്റ്റ്യൻസ് പൂർണ്ണമായിട്ട് മനസ്സിലാകാത്ത വ്യക്തികൾ ഈ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഈ വീഡിയോസ് കാണുന്നവർക്കിടയിൽ ഉണ്ടാകും. നിങ്ങൾ ഒരു പ്രയാസവും കരുതണ്ട. ഇപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളിൽ പലർക്കും ഇതിനുള്ള ഉത്തരം കൃത്യമായ രീതിയിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ടാവത്തില്ല. പക്ഷെ നിങ്ങൾ അത് ഓർത്ത് ഒരു സങ്കടവും വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നേരെ ഈ ക്ലാസ്സിലേക്ക് പോവുക. ക്ലാസ്സിലേക്ക് പോയ ശേഷം ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ക്ലാസ് വ്യക്തമായിട്ടൊന്ന് കാണുക. കണ്ട ശേഷം നിങ്ങൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വരികയും ആൻസർ കേൾക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ സ്വന്തമായ രീതിയിൽ അതിന്റെ ആൻസർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുവഴി നിങ്ങൾക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഫിയർ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ഒഴിച്ചുകൂടാനായിട്ട് പറ്റും. ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് കടക്കാനും ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ സംഭവത്തെ ഒരു വലിയ ഭാരമായിട്ട് കാണുന്ന പലർക്കും ആ ഒരു പ്രശ്നം മാറിക്കിട്ടാൻ ഏറ്റവും നല്ലൊരു ഉപാധിയായിരിക്കും ഇത്. അപ്പൊ എനിവേ, നമ്മുടെ ഓർമ്മ അല്ലെങ്കിൽ സ്മരണ, സ്മൃതി എന്ന് പറഞ്ഞ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് മുൻ വർഷങ്ങളിൽ വന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി വരുന്ന ക്ലാസ്സുകളിലും ഇതുപോലെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മാക്സിമം ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുകൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഒരു കുറച്ചുകൂടെ നല്ല രീതിയിൽ നോക്കിയൊക്കെ പോവേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അപ്പൊ അത്തരത്തിൽ ആ ആവശ്യമായിട്ടിരിക്കുന്ന കുട്ടികൾ എന്ന നിലയിൽ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ എന്ന നിലയിൽ നിങ്ങൾ പൂർണ്ണമായ വിധത്തില് ക്ലാസ്സുകൾ പ്രയോജനപ്പെടുത്തുക. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എനിവേ, താങ്ക് യു.